ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു പുട്ടും കടലയും ഉണ്ടാക്കിക്കൊണ്ട് കുറച്ചൊരു കൊച്ചു വർത്താനം പറയാം കേട്ടോ. ഞാൻ വലിയ സന്തോഷത്തിലാണ്. എൻ്റെ മുഖം കണ്ടാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അത് കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയാവേ. അപ്പോൾ പുട്ടും കടലയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 സവാള ചോപ്പറിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർന്നാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് എന്നിട്ട് കുറച്ച് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുത്തേ. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂണോളം മുളക് പൊടിയും ഒരു ചെറിയ സ്പൂണിൽ 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാണത്. ഇത് ഞാൻ ശങ്കരൻ്റെ അടുത്ത് പോകുമ്പോഴേക്കും അവിടുത്തെ കുക്ക് ചെയ്യുന്നത് കണ്ട് പഠിച്ചതാണ് കേട്ടോ. ഈ ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് നമ്മളൊരു ബോട്ടിലാക്കി വെച്ചിട്ട് അത് നമ്മൾ ഇതുപോലുള്ള കറികൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ കുഴപ്പം, അങ്ങനെ നെഞ്ചരിച്ചില്ല, അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല കേട്ടോ. അതുമാത്രമല്ല, ചെറിയ ജീരകം നമുക്ക് വളരെ നല്ലതുമാണ്. അതുകൊണ്ട് ഞാനിപ്പം മിക്കവാറും എല്ലാ കറികൾക്കും ചെറിയ ജീരകം എടുത്ത് പൊടിച്ച് വെച്ചതിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ ഇടാറുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയിട്ട് കുക്കറിൽ ഞാൻ കടല ഉപ്പിട്ടിട്ട് 2 വിസിൽ വരുന്നവരെയും വേവിക്കാൻ വെച്ചിരുന്നു. അത് നമ്മൾ ഈ വഴറ്റിയ ഇതിലോട്ട് ഇട്ടിട്ട് എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണേ. അതിലേക്ക് പിന്നെ നമ്മൾ കുറച്ചൊരു തേങ്ങ, വലിയ ജീരകം, പെരിഞ്ജീരകം കൂടെ ഇട്ടിട്ട് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് തേങ്ങാപ്പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കറി തിളച്ച് വറ്റി വരാൻ വേണ്ടി വിടണേ. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ഇതിൽ എരിവ് കുറവാണെങ്കിൽ കുറച്ചൊരു കുരുമുളകും ഗരം മസാല പൊടിയായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കറി ഓഫ് ചെയ്തെടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പറായിട്ടുള്ള കടലക്കറിയാണിത്. അപ്പം ഞാനിതിൽ എരിവ് ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടിയൊന്നും പിന്നെ അടിച്ച് ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ വലിയ ജീരകവും കുറച്ച് തേങ്ങയും കൂടെ അടിച്ചിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കറി നന്നായിട്ട് വറ്റി വരുന്നവരെയും തിളപ്പിക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഗരം മസാല ഇത്തിരി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഓഫ് ചെയ്യാവുന്നതാണ്. നല്ല സൂപ്പറായിട്ടുള്ള കടലക്കറി ആയിരിക്കും. ജസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പോയാൽ 7 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇവിടെ കുട്ടികൾക്ക് പുട്ടും കടലയും വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടിട്ട് ഞാൻ സാധാരണ കുട്ടികളുള്ളപ്പോഴേക്കും പുട്ടുകടല, അതുപോലെ ദോശ, ഇഡ്ഡലി ഇതുപോലുള്ള ബ്രേക്ക്ഫാസ്റ്റുകളാണ് ഉണ്ടാക്കാറുള്ളത്. കുഞ്ഞിപ്പത്തിരി, പത്തിരി ഇതെല്ലാം അവർക്ക് ഇഷ്ടമാണ്. ചപ്പാത്തി മാത്രം 2 പേർക്കും ഇഷ്ടമില്ല കേട്ടോ. അവർക്ക് അവിടെ ചപ്പാത്തിയാണ് അധികവും കിട്ടുന്നത്. അതുകൊണ്ടിട്ട് ശങ്കരനും അവൻ്റെ കുക്ക് അധികവും ചപ്പാത്തി തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം കൂടെയുള്ള 2 കുട്ടികളും നോർത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ടിട്ട്. ശ്രീഹരിക്ക് പിന്നെ ഹോസ്റ്റലിൽ സ്ഥിരം ചപ്പാത്തി തന്നെയാണ് ഉച്ചയ്ക്കും രാത്രിയാവും കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും അവൻ സ്കിപ്പ് ചെയ്യും. അപ്പോൾ അവനിവിടെ ശ്രീഹരി വന്നതിന് ശേഷം അവൻ കുളിച്ച് സുഖമായിട്ട് ഉറങ്ങാൻ പോയേ. ഇവിടെ ഇപ്പം നല്ല മഞ്ഞുകാലവും മഴക്കാലവും ചേർന്നാണ് വരുന്നത്, ഡിസംബർ കാലം. അതുകൊണ്ടിട്ട് പൊതുവേ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ലേറ്റായിട്ട് 2 പേരും വീട്ടിലുള്ളപ്പോൾ എഴുന്നേൽക്കാറുള്ളത്. ശങ്കരന് ഏകദേശം രാവിലെ തന്നെ 9 മണിക്ക് തന്നെ എഴുന്നേറ്റ് അവൻ്റെ ജോലികളിലോട്ട് പോകും. ശ്രീഹരി സാധാരണ വളരെ ലേറ്റായിട്ട് തന്നെയാണ് എപ്പോഴും എഴുന്നേൽക്കാറുള്ളത്. ലേറ്റായിട്ട് ഉറങ്ങും, ലേറ്റായിട്ട് എഴുന്നേൽക്കും. അതാണ് അവൻ്റെ എപ്പോഴും ഉള്ളൊരു ഹാബിറ്റ്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ അവൻ വന്നതിന് ശേഷം അവനാണ് ഞങ്ങളുടെ ടൂർ പ്രോഗ്രാമർ. അപ്പോൾ കുറേ ടൂറുകളെല്ലാം പോകാനുള്ള കുറേ പ്ലാനുകൾ അവൻ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം നടക്കും എന്താണെന്നൊന്നും അറിയത്തില്ല. കാരണം ഞങ്ങൾ 3 പേരും, ഞാനും ശ്രീഹരിയും എൻ്റെ ഹസ്ബൻഡിലും ഫ്രീ ആണെങ്കിലും ശങ്കരന് ഒരുപാട് പണിത്തിരക്കുകളിലാണ്. അവനൊരു വലിയ വർക്കിൻ്റെ തിരക്കിലാണ്. അപ്പോൾ എത്രത്തോളം ഞങ്ങളുടെ ടൂറുകൾ പോകാൻ പറ്റും എന്നുള്ളത് കറക്റ്റായിട്ട് ഉറപ്പില്ല. അവൻ്റെ വർക്ക് തീർന്നാൽ മാത്രമേ ഞങ്ങളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം നടക്കും എന്നുള്ളത് അറിയില്ല. അവൻ്റെ സൗകര്യം വെച്ചിട്ട് എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങളുടെ അടിച്ചുപൊളികളെല്ലാം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇനിയിപ്പോൾ 1 മന്ത് എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ബിസി ആയിരിക്കും. കുക്കിങ്ങും നിറയെ ടൂറും ഒക്കെ ആയിട്ട് അങ്ങനെ അടിച്ചു പൊളിക്കണം എന്ന് പ്ലാൻ ചെയ്തിരിക്കണേണ്. ശ്രീഹരി എത്തിക്കഴിഞ്ഞാൽ പൊതുവേ ഞങ്ങൾക്ക് വളരെ അടിച്ചുപൊളിയുടെ ദിവസങ്ങളാണ്. പിന്നെ അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഓക്കേ, ബൈ ബൈ.